ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ വിചാരിച്ച അടുക്കളയിൽ പോയി കാണുന്നു. എൻ്റെ ഫ്രണ്ട് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അവള് UK വന്നു. സ്ഥലം എവിടെ? പത്തനംതിട്ട കോന്നി. തിരിച്ചു പോകണ്ടോന്തോ. ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ വന്നില്ല. ആണോ? നീ എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോ തിരിച്ച് റിപ്ലൈ തരും. നമ്മളെ പുറത്തു പോയിട്ട് കുറെ ദിവസമല്ല. പുറത്തു പോയാലാ? എവിടെ പോണം? മൂവിക്ക് പോണോ? ഫുഡ് കഴിക്കാൻ പോണോ? രണ്ടുപേരുടെ പുറത്തു പോകാൻ പോവാണ. പറഞ്ഞാ? ഇല്ല ഞാൻ പറഞ്ഞേ വാടാ. ഞാൻ ഇല്ല മാമ, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. എന്താണ്? ഒന്നുമില്ലടി, മാമനും അമ്മായിയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പുറത്തിറങ്ങി കറങ്ങാൻ പോണെന്ന് പറഞ്ഞു. എന്നെ എവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞല്ലേ അമ്മ. അത് തന്നെ, പോയിട്ട് വാങ്ങി. ഇന്ന് പോകാൻ പറ്റൊന്നുമില്ല. സംഭവം ചേച്ചിയും ഇല്ല, ലക്ഷ്യവും ഇല്ലല്ലോ. കുറെ ജോലി കിടക്കും. അമ്മ മറ്റേ കമ്പനിയിലെ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലല്ലേ? ഉച്ചയ്ക്ക് എത്തുമല്ലോ. നന്നായിട്ട് നോക്കാം. അമ്പോ എന്തൊരു ചൂട്. സൈറ്റ് ആണെങ്കിൽ തലയോല പറമ്പിന് മൊട്ട കുതിരോട്ട് വെച്ചേക്ക്. നീര് പോയാ? അമ്മ പോയി. നേരത്തെ വരും പറഞ്ഞു. വരുമായിരിക്കും. കിടിലം ഫംഗ്ഷൻ അല്ലേ, അതും വമ്പൻ സ്റ്റാർ ഹോട്ടലിൽ. അമ്മ തിളങ്ങി നിൽക്കും. അതെ, ആർക്കെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പോകാനുള്ള ഒരു അവസരം വരുമെങ്കിൽ ഞാൻ തന്നെ പോവും. ആരും ഇടയിൽ കയറരുത്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മിക്കവാറും ചേച്ചി എന്നെയും ഗൗരിയായിരിക്കും വിളിക്കണേ. അപ്പോഴും ആരും ഇടയിൽ കയറരുത്. വേഷമായിരിക്കും. അതോട്ടാ വേഷം ഇരിക്കണം എന്ന് പറയണം. അല്ല ഗൗരി പൊയ്ക്കോ, പക്ഷെ അവിടെ ചെന്ന് വാ തുറക്കരുത്. വാ തുറന്നാ തീർന്നു. അയ്യാടാ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാലും കയറി പറ്റും. നോക്കിക്കോ. അവളെ ഭർത്താവ് ഞാനാണെങ്കിൽ ഞാൻ പോയിരിക്കും. അച്ഛാ, ഞങ്ങള് മക്കൾക്കൊരു വിലയില്ലേ? ശിവമര്യാദക്ക് നിങ്ങൾ കാരണം പലയിടത്തും പോകാൻ ചാൻസ് എനിക്ക് ഇല്ലാതായിരിക്കും. വയസ്സാം കാലത്താണ് ഒന്ന് അറമാതിച്ചോട്ടെ. ചേട്ടാ അവിടെ ചെന്ന് വാ തുറന്ന കേമായിരിക്കും. ഗൗരിയെ അതെന്തൊരു വർത്താനാണ്. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. അതെ അതെ അതെ, മറ്റന്നാൾ അടക്കം പോണം പരിപാടിയുടെ പേരും പറഞ്ഞ് ഇന്ന് അടി ഉണ്ടാക്കണം നമ്മള്. പിന്നെ മറ്റന്നാട്ടി ഉണ്ടാക്കട്ടാ. ഇന്നേ ഒരു തീർപ്പാക്കണം. മറ്റന്നാ പോകാൻ നേരത്തെ അടി ഉണ്ടാക്കിയാ പോരാ. ഇന്നിവിടെ ഫിക്സ് ചെയ്യണം ആര് പോകണമെന്ന്. ഞങ്ങള് പൊയ്ക്കോ, രണ്ടും കൂടെ പൊയ്ക്കോ. എവിടെയാണെന്നറിയാം, പടവലത്ത് വയ്ക്കോ. മകൾ എന്താണ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്? ഫംഗ്ഷൻ മറ്റേ അവന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ അവരുടെ മറ്റേ കമ്പനിയുടെ എന്തൊരു പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. ആണല്ലേ? നീ ഡ്രസ് നിങ്ങള് എന്തായാലും വരുന്നില്ലല്ലോ അല്ലേ? വരുന്നുണ്ട്. അപ്പൊ ചിലരെ മാത്രം നമുക്ക് കൊണ്ടുപോകണ്ട. നമ്മള് പടവലത്ത് പറഞ്ഞില്ല. എനിക്കൊരു മീറ്റിംഗ്, കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോണം അവിടെ. പടവലത്തല്ലല്ലേ പോണ? ആര് പോണ പടവലത്ത്? ഞാൻ എത്ര വാസി എടാ, എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ടാ, ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ അല്ല, കമ്പനിയുടെ കാശാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറാ കാശ്, സൈറ്റിലെ കാശ്. അതിങ്ങനെ റോൾ ചെയ്ത് പോവും. അതെടുത്ത് മറിക്കാനാ ഇച്ച് വളർന്ന്. ശമ്പളമൊക്കെ കിട്ടാറായി. അത് എഞ്ചിനീയർ തരും. എത്ര എന്നാ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ശമ്പളം. പിന്നെയാണ് നിൻ്റെ അടുത്ത് പറയണത്. അയ്യാ എടാ, നിൻ്റെ അടുത്ത് പറയാൻ നീ നേരെ പോയി നീലും എടുത്ത് പറഞ്ഞോളൂ ഇല്ലേ? എടാ അല്ലെങ്കിൽ നീ എന്നിട്ട് എൻ്റെ ശമ്പളം പറയണത്? വച്ചിട്ട് പോടാ. എൻ്റെ ശമ്പളം അറിയണവന്. കേശോ കേശോ, ഏയ് ഇങ്ങനെ പോയത്? അയ്യോ ബാല, ഞാൻ ഓഫീസിൽ പോയല്ല, ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലില്ലേ അവിടെ പോയിട്ട് വരുവാ. ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനില്ലേ അവിടെ. അത് നീ പറഞ്ഞല്ല, നീ അതൊരു ഓഫീസിൽ പോയാ? ഇവിടുന്ന് സമയം ഇങ്ങനെ ഓട്ടോ അല്ലേ. കാര്യങ്ങളൊക്കെ ഏതുവരെയായി? എല്ലാം റെഡിയാക്കിയാ? ഒന്നും പറയണ്ട, 100,000 കാര്യങ്ങളാ. തിരക്കിനിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ ഒരു രക്ഷയില്ല. എന്ത് കാര്യമാണ് ഏൽപ്പിച്ചാലും അതൊക്കെ നശിപ്പിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ വഴക്കുറയാൻ ചെല്ലാമോ? അപ്പൊ സോറി വേണം ഇത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഒന്നും ഏൽപ്പിക്കണില്ല, ഞാൻ തന്നെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യല്ല. അല്ല, എന്നാ പിന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടി സുഷമാൻ്റെ വിളിച്ചുകൂടായിരുന്നോ? അയ്യോ, അത് വലിയ ആശ്വാസമാണ് കേട്ടോ. ഇപ്പോൾ ഓഫീസിൽ എൻ്റെ ആബ്സെൻസിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമല്ലോ. അതിന് സാറ് സുഷമയാണ് ഏൽപ്പിച്ചിരിക്കണേ. അത് വലിയ ഭാഗ്യമായി. വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവരെ രണ്ടുപേരും കൂടെ ഒരു പണി ഏൽപ്പിക്കില്ല, അവരൊന്നും ചെയ്യില്ല, കറങ്ങി കിടക്കും. അതുകൊണ്ട് സുഷമയെ പിടിച്ച് ഓഫീസിൽ ഇരുന്നത്. മാനേജർക്ക് അത് നന്നായിട്ട് അറിയാം ഇല്ലടി?
15ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണല്ലോ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട്. എന്തോന്ന് പാലും ഇത് ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ഇത്രയും മെച്യൂരിറ്റിയുള്ള ആൾക്കാർ കറങ്ങി നടക്കുമെന്ന് 100,000 തിരക്കിനടക്ക്. അമ്മ അച്ഛന്റെ വിചാരം എന്താണെന്നറിയോ? സൈറ്റിൽ നിന്ന് അച്ഛൻ കറങ്ങാൻ പോവുമല്ലോ, അതുപോലെ അമ്മയ്ക്കും പോകാൻ പറ്റുമെന്നാണ്. ഇത് അതുപോലെയല്ല. സൈറ്റിലെ എഞ്ചിനീയർ അച്ഛനെ വല്ല ജോലി ഏൽപ്പിച്ചാൽ അച്ഛനെ അത് പണിക്കാരെ ഏൽപ്പിക്കും, എന്നിട്ട് കറങ്ങാൻ പോകും. ഒരു വലിയ കമ്പനിയാണ്. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതൊന്നും ബാലുവിന് അറിയില്ല. ബാലുവിന് വിചാരം സൈറ്റിലെ കാര്യങ്ങൾ പോലെയാണ് ഇവിടെ എന്നാണ്. സത്യം പറഞ്ഞാൽ തലവേദനയാ അവിടുത്തെ കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ തലവേദന. അയ്യോ ചേച്ചി നല്ല തലവേദനയുണ്ട്, ഒരു ചായ ഇട്ട് തരുമോ? ഞാൻ ഇട്ടുതരാം. ആ ഫംഗ്ഷന് വരുന്ന ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനേ മറ്റേ ആ പയ്യനെ ഏൽപ്പിച്ചിരിക്കണേ. എന്താക്കിയൊക്കെ ഒന്നും ഒരു പിടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. ഞാൻ പോട്ടെ എന്നാ. ആ അകത്തേക്ക് പറഞ്ഞില്ലേ? എന്ത് നോയിക്കൊണ്ടിരിക്കുന്നത്? പൊങ്ങച്ചക്കാരി. കണ്ട അമ്മ കാര്യങ്ങൾ കറക്റ്റ് ഹാൻഡിൽ ചെയ്യണം. കണ്ട 7 സ്റ്റാർ ഹോട്ടലാണ് പരിപാടി. എടാ ഈ 1000 കമ്പനി ഒരു സൈറ്റിന് തുല്യമാണ്, അറിയാം. അത്രയും കിടന്നാൽ ഞാൻ കഷ്ടപ്പെടണം. ചവൻചാറ്, അത് ചവൻചാറ് നമ്മളൊരുപാട് കണ്ടിട്ടുണ്ട് ചവൻചാറൊക്കെ. പിന്നെ അച്ഛൻ കൊറേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജംഗ്ഷനിലെ ചായക്കടയിൽ അച്ഛന്റെ 7 സ്റ്റാർ ഹോട്ടല്. അവിടെ കിടന്ന ഉണ്ടംപൊരിയൊന്നും ചവൻചാറ് കിട്ടൂല. പഴംപൊരി ഉണ്ടംപൊരിക്കും ചായക്കട തന്നെ പോകണം, അല്ല ചവൻചാറ് പോയിട്ട് കാര്യമില്ല. ഓ ശരി ശരി. अच्छा आपको चाय चाहिए? അല്ല കടപ്പതി എടു. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഓ കഴിച്ചായിരുന്നു. ഇച്ചിരി ജ്യൂസ് കുടിച്ചായിരുന്നു അവിടെ ചെന്നപ്പോൾ കിട്ടിയായിരുന്നു എനിക്ക്. ആ ഹലോ മോഹൻ, എന്താ എവിടെ നിൽക്കണിപ്പോൾ? ആ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമായിട്ട് 22 ഗസ്റ്റാണ് വരുന്നത്. ആ അപ്പോൾ അവരെ റിസീവ് ചെയ്യാനായിട്ട് ഓഫീസിൽ നിന്ന് പോകുന്ന വണ്ടികളുടെയും ഡ്രൈവേഴ്സിൻ്റെ നമ്പർ എനിക്ക് അയക്കണം. അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയക്കണം ഡ്രൈവേഴ്സിൻ്റെ. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നേ. ആ ഓക്കെ. പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് 5 മണിക്കുള്ളിൽ എല്ലാ ഗസ്റ്റും എത്തിച്ചേരും. ആ അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് വേണ്ട റൂം, സ്റ്റേ ഇതെല്ലാം റെഡിയല്ലേ? റെഡിയാക്കിയോ അത്? ഓക്കെ ഓക്കെ. ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ്? ലഞ്ചും ഡിന്നറൊക്കെ സെറ്റാണല്ലോ? ആ ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അപ്പോൾ ഫോൺ എടുക്കണേ. ശരി ശരി. ചേച്ചി ഇപ്പൊ വന്നു? ഓ ഇപ്പോൾ വന്നല്ലടാ. രാവിലെ ഇറങ്ങിപ്പോയല്ലേ? ആ രാവിലെ ഇറങ്ങിപ്പോയതാ. ആ മോഹൻ എന്താ? ആ എല്ലാം ഓക്കെയാണ്. ആ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. വണ്ടി വിട്ടിട്ടുണ്ട് അങ്ങോട്ട്. അത് കുഴപ്പമില്ല, ഒരു ടാക്സി എടുത്ത് വന്നോളാം. ശരി. അപ്പൊ അത് തിരിച്ചു പോകും? ആ പിന്നെ 4 മണിയാകുമ്പോൾ തിരിച്ചു പോകണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാണ്ടെന്നേ. 150ഓളം പേരാണ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണേ. 150 പേരാ? സാറിൻ്റെ കുറേ ഫ്രണ്ട്സ്, പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, പിന്നെ അതർ സ്റ്റേറ്റിലുള്ള ബിസിനസ് പാർട്ട്നേഴ്സ്, ബിസിനസ്സുകാർ, കുറേ ആൾക്കാരുണ്ട്. ഒന്നും പറയണ്ട. ചേച്ചി ചായ തണുത്തോ? ആ നീലു, ആ ഞാൻ ഇവിടെ വരട്ടെ. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി ഇങ്ങോട്ട് വരാം. ഓ കൊണ്ടുപോയി നിർത്തി ചേച്ചി. 150 പേര് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെ കൊളാക്കി തരാമെന്ന് കാണിച്ചു തരും. ബാലു ഇത് കുട്ടികളെ അല്ല കേട്ടാ. ഫംഗ്ഷന് എന്തെങ്കിലും ചെറിയൊരു കോട്ടം സംഭവിച്ചാൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കും. പിന്നെ സാറിന് എന്നിനൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് എല്ലാ ഉത്തരവാദിത്വം എന്നെ തന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് വൃത്തിയാക്കി ചെയ്തു കൊടുക്കണ്ടേ. ചേച്ചിക്ക് ഇപ്പം ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാം അല്ലേ? അല്ലടാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ അല്ല, ഒരു മീറ്റിംഗ് ആണ്. MDയുടെ ഒരു ഗെയിം. മറ്റന്നാ രാവിലെ ഒരു 30 പേരെ വെച്ച് 2 ഘട്ടമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് പേരെ തള്ളിയിടും. എന്നിട്ടാണ് വലിയ മീറ്റിംഗ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ഫംഗ്ഷൻ അല്ല, ഒരു കളർഫുള്ളിന് വേണ്ടി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എടാ അപ്പൊ ഇത് ഉടായ്പ പരിപാടി, മീറ്റിംഗ് ഒന്നും ഇല്ല. ഇതൊന്നും പറഞ്ഞാൽ ബാലുവിന് മനസ്സിലാവില്ല. ബാലു ഒന്ന് മിണ്ടാതിരി. ശിവ കേശു, ഞാൻ ഒന്ന് 4 മണിക്ക് പോകേണ്ടതാ. കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യില്ല? ഓക്കെ. ഒരു കാര്യം ചെയ്യും, ഡു നോട്ട് ഡിസ്റ്റർബ് ഒരു ബോർഡ് എഴുതൂരി. ചേച്ചി നല്ല പ്രൊഫഷണലാണ് കേട്ടോ. എടാ ഇതൊക്കെ നമ്മളവിടെ ഇവിടെ കൺട്രാക്റ്റുകൾ ചെയ്യും. എഞ്ചിനീയർ നമ്മൾ കുറേ കൺട്രാക്ടർമാർ, കുറച്ച് മുതലാളിമാരെല്ലാം കൂടെ ചേർന്നൊരു മീറ്റിംഗ്, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് വയ്ക്കും. നേരത്തെ കൂട്ടി നമ്മൾ പത്രത്തിന് പ്രതി ചാക്കിടും. ഇതിൻ്റെല്ലാം കൂടെ അറിഞ്ഞിട്ട് അഭിപ്രായം പറയൂ എന്ന് പറയും. അവന്മാരെല്ലാം കൂടെ നമ്മളത് ആയിടും. രണ്ട് മഴ കഴിച്ച് നമ്മൾ പോകും. ഇതൊക്കെ അത് തന്നെ. ഈഗോ അടിച്ച് ഈഗല്ല, ഇത് 7 സ്റ്റാർ 5 സ്റ്റാർ നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ നടത്തുന്നത് തന്നെ. തൊട്ട് പിടിക്കണില്ല. എടാ ഇതൊക്കെ എനിക്കറിയാം. നമ്മൾ എത്ര ഹാൻഡിൽ ചെയ്യണേ.
അടുത്ത സൈറ്റിൽ മീറ്റിംഗ് നടക്കും, എഞ്ചിനീയർ മീറ്റിംഗ്. നിങ്ങളുടെ വാ, അപ്പം കാണിച്ചു തരാം ഞാൻ ആരാണ്. നമ്മൾ തന്നെ എല്ലാം കണ്ടക്ട് ചെയ്യണം. ഇതേ ചേട്ടന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ പിടിച്ച് കയറിയത്. അതുകൊണ്ട് മാത്രമല്ല അമ്മ കൊണ്ടുപോകത്തില്ലല്ലേ. വേറൊരു സംഭവം അവിടെ സിമെന്റ് ഗോഡൗണില്ലേ, വളഞ്ഞിരുന്ന് അടിക്കണതാണ് മീറ്റിംഗ്. ഗോഡൗണിന്റെ അകത്ത് മണി 4 ആ ഞാൻ ഇറങ്ങാണ്. ഞാൻ അറിഞ്ഞില്ല ഇറങ്ങാണ്. ഞാൻ വിചാരിച്ചു കിടന്ന് ഉറങ്ങായിരിക്കുമെന്നാണ്. അതാണ് മുട്ടിയത്. അപ്പം തുറന്നു. അമ്മ ഒരു കാര്യം പറയട്ടെ, ഇത് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ സാരി കൊടുത്ത് സുന്ദരിയിട്ട് ഓഫീസിൽ പോക്കൂടെ? ആ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസിലെത്താൻ പറ്റില്ല. നമുക്ക് റെഡി ആയല്ലേ? അല്ല പോയിട്ട് എപ്പോ വരും? അയ്യോ ഒരുപാട് ലേറ്റ് ആവും. അപ്പം എത്ര മണിക്ക് വരും? ഒരു 10-11 മണിയാവും. 10 മണിയാവോ? ആ അപ്പം ഒരു കാര്യം ഞാൻ വിളിക്കാൻ വരാം. അയ്യോ അത് വേണ്ട. നിങ്ങളവിടെ എന്നെ വിളിക്കാൻ വന്നിട്ട് എങ്ങാൻ ആ പറഞ്ഞ ടൈം കഴിയുകയാണെങ്കിൽ അവിടെ കിടന്ന് എന്നെ ചീത്ത വിളിക്കും. പിന്നെ എന്തിനാണ് വെറുതെ നാണക്കേട് വരുത്തിയേക്കണേ? ഞാൻ വന്നോളാം. ചേച്ചി ആ എടാ ഞാൻ ഇറങ്ങട്ടെ. ഗൗരി ലച്ചു ഫുഡൊക്കെ സമയത്തിൻ്റെ അടുത്ത് കഴിച്ചോണ്ടോ എല്ലാവരും? ആ ഡ്രസ്സേ എല്ലായിടത്തും അങ്ങ് വാഷ് ചെയ്യാൻ കൊടുത്തേക്ക്. അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി. അവരിങ്ങ് വന്നെടുക്കോ? അല്ല വന്നില്ലെങ്കിൽ കൊണ്ടേ കൊടുക്ക്. എന്താണ് ബാലുവോ ഇവൻ ആരെങ്കിലും കൊണ്ടേ കൊടുക്കട്ടെ. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ സമയത്തിന് ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊടുത്തില്ല നൈറ്റ് ഇട്ടാൽ നടക്കേണ്ടി വരും. ചേച്ചി മറ്റന്നാളല്ലേ ഫംഗ്ഷൻ? ഫംഗ്ഷൻ മറ്റന്നാളാ. ഈ ഹോട്ടലിലെ കാര്യം ടെൻഷനിലാന്നേ. ഫുഡൊക്കെ നമ്മൾ പുറത്ത് വലിയൊരു കാറ്ററിങ്ങിലാണ് ഓർഡർ ചെയ്തേക്കണം. ഈ ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിൽ പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡ് അല്ല. അത് ഭയങ്കര വിഷയമായിരുന്നു. ഇപ്പോൾ ആ മാനേജർ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരാൾ അവസാനം അതിൻ്റെ ഹോട്ടലിൻ്റെ ഓണറെ വിളിക്കേണ്ട അവസ്ഥ വന്നു. എനിക്കാണ് അയാളെ പരിചയമില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഓണറെ പരിചയം ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ബോംബെയിൽ എവിടെയായിരുന്നു. വിളിച്ചിപ്പോൾ അവസാനം കിട്ടി. ഒരു കണക്കിനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. ഞാൻ പോട്ടെന്നാ. ചേച്ചി വരാൻ ലേറ്റ് ആവോ? കുറച്ച് ലേറ്റ് ആവും. ഞാൻ കമ്പനിയിൽ അവർ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വണ്ടിയിൽ ഇങ്ങ് വരും. ചേച്ചി ഇപ്പൊ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുമല്ലോ. അപ്പൊ ഏതെങ്കിലും വണ്ടി എടുത്തോണ്ട് വന്നാ പോരെ. ഈ ടെൻഷനിൽ അതൊന്നും നടക്കില്ല. അവർ വണ്ടി വിടുന്നുണ്ടല്ലോ, അതിലങ്ങ് പോയിട്ട് വരാം. അതൊക്കെ അളിയന്റെ എഞ്ചിനീയറുടെ വണ്ടി, എപ്പോഴും വേണോ എടുക്കാം. ലോറി ആണെങ്കിലാ നല്ല കണ്ടീഷൻ ലോറി. പറയടാ, കളിയാക്കടാ. പത്രാസുകാരെ കുടുംബങ്ങൾ അളിയനെ കളിയാക്കാൻ നിൽക്കും. ആ ലോറി തന്നല്ല നിന്റെ കയ്യിൽ. ആ വളയം തന്നതിന്റെ പാരിതോഷം എനിക്ക് കിട്ടാൻ ചെയ്ത്. ഇപ്പം നിങ്ങളടുത്ത് സംസാരിച്ച സമയങ്ങൾ എൻ്റെ കയ്യിൽ ടൈം ഇല്ല. മറ്റന്നാളാണല്ലോ ഫംഗ്ഷൻ. രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷനിലേക്ക് കയറുക. അവിടുത്തെ ചെയർ മറിച്ചതൊക്കെ അറേഞ്ച് ചെയ്യണം. എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലിരിക്കുക. പോയിട്ട് വരട്ടെ. എല്ലാ കാര്യവും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് നിന്റെ MD ഭയങ്കര നിർബന്ധമാണ്. നിർബന്ധമില്ല. എല്ലാ കാര്യങ്ങളിലും എൻ്റെ കണ്ണ് വേണം, അത്രേ ഉള്ളൂ. അല്ല ഈ വർഷം എത്ര 6 കോടി 7 കോടിയൊക്കെ എന്തോ 16 കോടിയാ എന്തൊക്കെ വിറ്റുവരവ് എന്തോ ഉണ്ടായിരുന്നു എൻ്റെ കമ്പനിക്ക് ലാഭം. പിന്നെ തന്ന അതിൽ നിന്ന് വല്ലതും തന്നാ? തന്നായിരുന്നു. ഒരു 8 കോടി എനിക്ക് തന്നായിരുന്നു. അവിടുത്തെ ജോലിക്കാരൊക്കെ അതിൻ്റെ പാർട്ട്നേഴ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഷെയർ അവർക്ക് കിട്ടുമല്ലോ. എന്തോന്ന് ഇത്രയും കിടന്ന് ഓടിയിരുന്ന് പണി ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചു മാനേജരെല്ലാം എൻ്റെ MD കൊട്ടക്കണക്കിന് ഞാൻ കൊണ്ട് തട്ടിത്തരുന്ന് വിചാരിച്ചു. നിങ്ങളുടെ എഞ്ചിനീയർ കോടിക്കണക്കിനുള്ള ഫ്ലാറ്റ്, വീട്, വില്ല ഇതൊക്കെ പണിയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കിട്ടണ്ടോ അടുക്കടുക്കായിട്ട് എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന്? ഉണ്ടോ? ആ നമ്മളും പാവം ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തില്ല. പോട്ടെ മക്കളെ, എല്ലാം നോക്കിക്കോണേ. ശരി ശരി. കണ്ടാ പണ്ട് അളിയനും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ. ആ പോണ പോക്ക് കണ്ട, തലയെടുപ്പ് അബദ്ധം പറ്റിപ്പോയി. ഏത് നിലയിൽ ഏതോ വലിയ കുടുംബത്തിൽ കഴിയേണ്ട ആളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഏതോ ശാപം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ശാപം എന്ന് ഉദ്ദേശിച്ചത് അച്ഛനെയാ. മനസ്സിലായി. എന്നെ വിളിച്ചു നിർത്തിയല്ലേ കേൾപ്പിച്ചത്. ഇനി അതിനെപ്പറ്റി വിവരിക്കണ്ട. എന്ത് അങ്ങനെ അങ്ങ് കിടക്കണ്? മണി 6:30 അല്ലേ ആയുള്ളൂ. ഭാര്യ കാണാത്തതിന്റെ വിഷമം. ചേച്ചി വരുമ്പോ 10-11 മണി കഴിയും.
എപ്പോഴാ വരട്ടെ? എന്ത് കയറി കിടക്കണം? നീ കിടക്കാനും സമ്മതിക്കില്ലടേ. രാത്രി കഴിക്കാൻ ചപ്പാത്തി മതിയാ ചേട്ടാ? സോറി. എന്തെങ്കിലും മതി, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. എല്ലാം ഒരുപോലെ അതെന്താ അങ്ങനെ പറയണം? ഓ, ഉണ്ടാക്കണ എല്ലാം ഒരുപോലെ തന്നെന്ന്. ഗുണവും മണവും രുചിയും എല്ലാം ഒരുപോലെ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ കൂടെ നിന്ന് വിളമ്പുണ്ട നീ. പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ആ ലച്ചോ, ലച്ചോ, എന്താ എന്താ നമ്മൾ ഉണ്ടാക്കണ ഫുഡ് എല്ലാം ഒരുപോലെയാണെന്ന് ആര് പറഞ്ഞത്? ആര് പറഞ്ഞ? അച്ഛൻ പറഞ്ഞാ? ഓ, അല്ലെങ്കിൽ അച്ഛന് നമ്മൾ എന്തുണ്ടെങ്കിൽ തന്നാലും തൃപ്തിയാവൂലല്ലോ. പ്രത്യേകിച്ച് ഒരു ഗുണമോ മണമോ രുചിയോ ഇല്ലെന്നർത്ഥം. ഓ, ഇനിയിപ്പോ ചേച്ചി ഉണ്ടാക്കി കൊടുത്താലേ ശരിയാവുള്ളായിരിക്കും. അതെങ്ങനാ? നമ്മുടെ അടുത്തല്ലല്ലോ, ഭാര്യ അടുത്തല്ലേ സ്നേഹം. എന്തിനാ പിള്ളേരെ ഇത്? മര്യാദ കിടക്കാനും സമ്മതിക്കൂല. നോക്കി അവള് വരട്ടെ, എല്ലാം പറഞ്ഞു. ഇവിടെ എന്ത് നടന്നാലും ഭാര്യയുടെ ജീവിച്ചൊന്ന് ഓതി കൊടുക്കും. ഡേയ്, ഒന്നാ എനിക്ക് ദേഷ്യം വന്നിരിക്കട്ടാ, പറയില്ലാത്തോണ്ടാ. ആന്താട്ടാ ചേച്ചി ഇല്ലാത്തതിന്റെ ദേഷ്യോ? സംശയം എന്ത്? അച്ചോ, അമ്മ ഇനി 2-3 ദിവസത്തിന് നല്ല ബിസി ആയിരിക്കും. 2 ദിവസം അല്ല, മറ്റന്നാ ഫംഗ്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെറ്റിൽമെന്റ്. അമ്മ നല്ല ബിസി ആയിരിക്കും. അത് മാത്രമല്ല, ഇനി ഓഫീസിൽ ഇങ്ങനെയൊക്കെ പരിപാടി വന്നാലേ ഫുൾ ചാർജ് ഇനി ചേച്ചിക്കായിരിക്കും വരാൻ പോണത്. എൻ്റെ അമ്മായി സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അമ്മ ഇത് പണ്ട് പോലെ ചെയ്യേണ്ട പരിപാടിയാണ്. അന്ന് ബാംഗ്ലൂർ ട്രാൻസ്ഫർ ഒന്നും ഓർമ്മയില്ലേ? അമ്മ അന്ന് അവിടെ പോയായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യ മൊത്തം കറങ്ങി അടച്ച് നടന്നേനെ. അച്ഛൻ കയറി ഇടംതിരിഞ്ഞ് നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കണം അമ്മ. അതെന്തിനു ചേട്ടൻ കയറി ഇടംതിരിഞ്ഞ് നിന്ന്? ഈഗോ. പാടാടുന്നത് ഞാൻ അങ്ങനെ താളൊന്നുമല്ല. പിന്നെ അവളെ ഇവിടെ നിന്ന് പോയ പിള്ളേരുടെ കാര്യം അതോ മതി, അതുകൊണ്ടാണ്. ലച്ചുവേ, അമ്മ അല്ല, ലേറ്റ് ആവുന്ന പറഞ്ഞിട്ട് നേരത്തെ വന്നാ? ഓ ഞാൻ നേരത്തേക്ക് പോന്ന്. വെളുപ്പിനെ പോകാൻ മതിയല്ലോ അങ്ങോട്ട്. നീ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, എങ്ങനെ വന്നേ? ഞാൻ കമ്പനി വണ്ടിയിൽ വന്ന്. അമ്മയ്ക്ക് അവിടുന്ന് ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് നാളെ ആ വണ്ടിയും കൂടെ തിരിച്ചങ്ങ് പോയാൽ പോരായിരുന്നോ? ഓ എന്നെ കൊണ്ട് വയ്യ. വണ്ടി എടുത്തിട്ട് വന്ന് രാത്രിയൊക്കെ വണ്ടി ഓടിച്ച് 100 ടെൻഷനാ. ഒരുപാട് കോളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വണ്ടിക്ക് തന്നെ പോന്നു. കഴിച്ചാ നിങ്ങളൊക്കെ? ഭക്ഷണം കഴിച്ചാ? നമ്മളിങ്ങനെ നിന്നാലേ അളിയെന്ന് ചേച്ചിയുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പോയി 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 പോയി. വാരി പിടിക്കണ ഞാൻ കണ്ടതേ ഇല്ല. എന്തിവിടെ ഇരിക്കണത്? നീ എപ്പോ എത്തി? അതേ പോകുന്നല്ലേ ഉള്ളൂ. എങ്ങനെ വന്ന്? കമ്പനി വണ്ടിയിൽ വന്ന്. അത് ശരി. നീ വല്ല കഴിച്ചാ? ഓ കഴിച്ചെന്നൊക്കെ വരുത്തി. അങ്ങനെ പോരാ, കിടന്ന് ഓടണം. നേരത്തും കാലത്തൊക്കെ വല്ല കഴിക്കണം. അത് കഴിച്ചോ. ഇതെങ്ങനെയാണെന്ന് കഴിഞ്ഞിട്ടിയാ മതി. പിന്നെ സമാധാനം. പിന്നെ ഒരു നല്ലോണം ചെയ്യണമെങ്കിൽ ഒരു പേരായല്ലോ അവിടെ. അതെ, ശരീരമൊക്കെ ക്ഷീണിച്ചേട്ടാ. പോഷകാഹാരങ്ങളെ കഴിക്കണം. മരം എന്താ വല്ലാണ്ടിരിക്കണേ? കുഴപ്പമില്ല. അതെ, ഞാൻ കൂടെ വരട്ടെ ഇതിൻ്റെ അവിടെ ഫംഗ്ഷന്. കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ നമ്മളിതിപ്പോ ഒഫീഷ്യൽ അല്ലേ, മീറ്റിംഗ് ആണ് ഇത്. നമ്മളിപ്പോ ഫംഗ്ഷൻ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ആ അപ്പൊ പിന്നെ എങ്ങനെ കൊണ്ടുപോകാ? പിന്നെ ചെല്ല്, ഡ്രസ്സൊക്കെ മാറി. വിഷമയോ? ചെല് ചെല്. ഡ്രസ്സൊക്കെ വേല കിട്ടാതെ എന്തൊരു ചൂടല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.